ഇനി ഇരിക്കുന്ന ആണ്ടാർക്ക് ചങ്ക് തളർന്ന്. എനിക്ക് 3 ആമക്കളുള്ളതാണ്. നമ്മളെ തള്ളമാർ സഹിക്കത്തില്ല എൻ്റെ പൊന്നുവൻ്റെ ഇരുത്ത. ഇതൊന്നും പറയാല്ലേ മോനെ, അവനെ പറ്റി ഒന്നും പറയാൻ. അയാൾക്ക് ഒരു ശിക്ഷയും ഒരു കോടതിയും കൊടുക്കരുത്. കാരണം അയാൾ ഗതികെട്ട് ചെയ്തൊരു മനുഷ്യൻ, അയാളെ ഒരു കുറ്റവും അയാളെ കയ്യിലില്ല. പോയവള് പോയി, അവളോട് നമുക്ക് സ്നേഹമുണ്ട്. പക്ഷെ സ്നേഹവും കൊണ്ട് നമുക്ക് അയാളെ എത്തിച്ചില്ലെങ്കിൽ ഒരിക്കലും ചെയ്യത്തില്ല. അത് അവസാനം ഈ ഘട്ടങ്ങളിൽ അയാളെ അവിടെ കൊണ്ടെത്തിച്ചത് അവളെ വിധി അങ്ങനെ ആയതുകൊണ്ട് അവളെ അവിടെ കൊണ്ടെത്തിച്ചതാണ്. അല്ലെങ്കിൽ അയാൾ ഒരിക്കലും അയാൾ ചെയ്യത്തില്ല. ഈ സാമ്പത്തിക ഇവർക്ക്, അതായത് ഈ അനിലയുടെ വീട്ടുകാർക്ക് കുറച്ച് പണമൊക്കെ ആയത് ഈ വിവാഹത്തിന് ശേഷമാണ്. വിവാഹത്തിന് ശേഷം അവിടെ ആളെ ഗൾഫിലൊക്കെ കൊച്ചു ആദ്യം സില്ലായി നിന്നതാണ്. സില്ലായിലൊക്കെ നിന്ന് പിന്നെ അത് കഴിഞ്ഞാൽ കൊച്ചു വീട് അവിടെ അവരുടെ കുടുംബത്തെ അപ്പുറത്ത് വീടൊക്കെ വെച്ച് ആദ്യമൊക്കെ വെറും നമ്മളെയൊക്കെ ഇവിടെ കൊണ്ടുവരുന്ന അവർ വെറും ഇതായിരുന്നു. പിന്നെ പപ്പരായാലും അവർ സാധാരണ സാമാന്യം തെറ്റില്ലാത്തൊരു ഇതിലായിരുന്നു. പിന്നെ അവൻ കാറ്ററിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നടത്തി സമ്പാദ്യം പണം ഇത്രയും അവൻ്റെ. പിന്നെ ഇത് പറ്റിയതെന്ന് പറഞ്ഞാൽ അവൻ്റെ പിടിയെല്ലാം അവളെ പേരില്ല, വീട് ഒക്കെ അവളെ പേര് എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ 30,000 രൂപയാണ്ട് അവരുടെ വീട്ടിൽ സ്ത്രീയെല്ലാം കൊണ്ടുവന്നപ്പം ഈ പുള്ളിക്കാരൻ്റെ പെങ്ങളെ ഓഹരി അവിടെ ഉണ്ടായിരുന്നു. അത് ഇവളെ പേരിലാണ് മേടിച്ചത്. അതിനകത്താണ് ആ വീട് വെച്ചത്. കുറച്ച് 5-6 സെന്റ് അങ്ങാണ്ടേ ഉള്ളു. കാറ്ററിങ്ങും 2 പേരെ പേര് അല്ല, ചാനലുകളിലൊക്കെ പറയുന്നുണ്ട് തകർത്ത്. അത് കേൾക്കുമ്പോ നമുക്ക് തന്നെ തൊട്ട് നമുക്കൊക്കെ അറിയാവുന്നത് മാനസിക രോഗിയല്ല, സ്ത്രീ സംശയം കൊണ്ട് ചെയ്ത് എന്നാ. ഒരു സംശയവും അയാൾക്കില്ല, അയാൾ അങ്ങനെയുള്ള സംശയ രോഗിയും അല്ല. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ എന്താ നിങ്ങൾ നാട്ടുകാരൊക്കെ അതിനെ കുറിച്ചൊന്നും പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണ്? അയൽക്കാരുമാണ്, ചെറിയ സ്വന്തവും ഉണ്ട്. ഇയാളെ കുറിച്ച് ഈ ചാനലുകളൊക്കെ പറയുന്നത് പോലെ തന്നെ ഇയാൾക്ക് ഇങ്ങനെ ഒരു സംശയരോഗവും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരാളാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അങ്ങനൊരു പ്രശ്നമേ ഇല്ല പുള്ളിക്ക്. അത് സത്യമായ കാര്യമാണ്. അത് ചാനലുകാർ കൊടുത്ത റിപ്പോർട്ട് അത് തെറ്റാണ്. അതെവിടെയും പറയും. അടുത്തറിയാം. ഞങ്ങള് അടുത്ത വീടല്ലേ. ഞങ്ങള് ഞാനുമായിട്ട് എപ്പോഴും സഹകരിക്കുന്ന ഒരു വ്യക്തിയാ. നാട്ടില് പൊതുവെ നല്ല അഭിപ്രായം. നിങ്ങൾക്ക് അത് അന്വേഷിച്ചാൽ മനസ്സിലാവും. അല്ലാതെ ഒരു മനുഷ്യര് ഈ വ്യക്തിയെ ഇച്ചിപ്പോന്ന് പറയത്തില്ല. ഈ വാർഡ് വിട്ടോ ദൂരോട്ട് പോയി അന്വേഷിച്ചാലും പപ്പനെ കുറിച്ച് ചോദിച്ചാൽ നല്ല അഭിപ്രായം പറയും. അല്ലാതെ വേറൊരു അഭിപ്രായം ആരും പറയത്തില്ല. വിവാഹം കഴിച്ചിട്ട് എത്ര വർഷമാവും? വിവാഹം കഴിച്ചിട്ട് 20 വർഷം. ഞാൻ വെളിയിലായിരുന്നു. ഞാൻ ഇപ്പം ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു 5-6 വർഷമാകത്തുള്ളൂ. സമയത്തൊക്കെ അനിലേക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമയത്താണ്. ഒരു സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു കുടുംബമായിരുന്നു. അതായത് ഈ വിവാഹത്തിന് ശേഷമാണ് ഇവര് കുറച്ച് അത് ഈ പുള്ളിയുടെ അധ്വാനം കൊണ്ട് തന്നെയാണ്, അല്ലാതെ ഒന്നുമല്ല. ഈ വീടും സ്ഥലങ്ങളും എല്ലാം ഇവരുടെ പേരിലായിരുന്നു അല്ലേ? ആ വീട് ഭാര്യയുടെ പേരിലാന്ന് തോന്നുന്നു. പിന്നെ കാറ്ററിംഗ് നടത്തുന്നത് 2 പേരെയും കൂടെ പേരിലാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഈ വ്യക്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. എഴുതി മേടിച്ചേതോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം. അനിലയുടെ പേരില വീട്. അത് പപ്പരായ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലൊക്കെ കാര്യങ്ങളിലോ അതിലൊക്കെ ഒരു കല്യാണമോ അല്ലെങ്കിൽ വിശേഷങ്ങളോ മരണമൊക്കെ നടന്നു കഴിഞ്ഞാൽ പുള്ളി നല്ല ഇതായിട്ടാണ്. ഈ സംശയത്തിന്റെ കാര്യം പറയാം. എന്തെങ്കിലും അങ്ങനെ ഒരു സംശയത്തിന്റെ പേരിൽ ബഹളം നടക്കുക എന്തെങ്കിലും? ഒരു ഇതുമില്ല. പല പ്രാവശ്യം വൈഫിന് വാണിംഗ് കൊടുക്കുകയും നേരായ വഴിയിൽ കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമം നടത്തിയയാള് ഒടുവിൽ നിക്കം പൊറുതിയില്ലാതെ വന്നപ്പം ചെയ്തു പോയതാ. അങ്ങനെ ആവാൻ 100% സാധ്യത. അല്ലാതെ ഒരു ഇതിനകത്ത് വേറൊരു പ്രേരണയും, ആരുടെ പ്രേരണയും അവനിൽ ഇല്ല. അപ്പൊ ഈ മുമ്പ് ഈ സംശയത്തിന്റെ പേരിൽ ഉപദ്രവിക്കായിരുന്നോ അല്ലെങ്കിൽ അങ്ങനൊന്നും ഇവിടെ അങ്ങ് ഒരു ഇതും ഒന്നും കേട്ടിട്ടില്ല. ഞങ്ങളാരും കേട്ടിട്ടില്ല. ഈ പല ബന്ധങ്ങളുടെയും പേരിലും ഈ പണവാണികൾ കൊടുത്തും മാറ്റി മാറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്.
കാരണം ഗതി കെട്ടിട്ടാണ് അമ്മ പോലും മരുമോനെ സംഘമാണ് പറയുന്നത്. അതായത് മകൾക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല. എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് അമ്മ, ഇനി ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറ്റത്തില്ല അവളെ ഉപദേശിക്കാനെന്ന്. ജോലിയുടെ കാര്യത്തിലൊക്കെ കാറ്ററിംഗ് സർവീസ് ഒക്കെ നല്ല രീതിയിൽ നടന്നതാണ്. നല്ല രീതിയിൽ നടന്ന് നല്ല വർക്കും ഉണ്ടായിരുന്നു. അന്നൊക്കെ ഇവര് യോജിച്ചായിരുന്നു ഇത് കൊണ്ടുപോകുന്നത്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പം പ്രശ്നങ്ങള് വഷളായി തുടങ്ങി. അല്ല, സ്വന്തമായിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരുന്ന ബിസിനസ് 1 മാസം ആവാൻ പോകുന്നതേ ഉള്ളു. അല്ലാതെ കൂടുതലൊന്നും ഉള്ളതായിരുന്നു. കാറ്ററിംഗിൽ നിന്നാണ് അവർ ഇതെല്ലാം ഉണ്ടാക്കിയത്. കുട്ടികളടുത്തൊക്കെ എങ്ങനെയാ? വീട്ടിലൊക്കെ നല്ല മോളോട് വലിയ സ്നേഹമാണ്. നാട്ടിലായാലും എല്ലാവരോടും വലിയ സ്നേഹം ഒരു വ്യക്തിയാ. ഒരു വഴക്കിനോ മറ്റുള്ള ഒരു കാര്യത്തിന് ആരെന്ത് പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് കേൾക്കും. അതിന് ഉള്ള ഇതേ ഉള്ളു പുള്ളി. പോലീസുകാർ പോലും പറഞ്ഞു ചെയ്യുമെന്ന് പോലീസുകാരും പറഞ്ഞു. ഞങ്ങള് അവിടെ ചെന്നപ്പോഴും നല്ല പോലീസ് സ്റ്റേഷനിൽ നല്ല ഒരഭിപ്രായമാണ് നമുക്ക് കിട്ടിയത്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ചാനലുകളിലൊക്കെ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വാർത്ത പറഞ്ഞത്? വാർത്ത കേട്ട് ഞങ്ങളും വാർത്ത കേട്ട് അപ്പം ഞങ്ങൾക്ക് ചാനലുകാരുടെ അടുത്ത് രോഷമാണ് തോന്നിയത്. കാരണം ഒരു വാർത്ത കിട്ടുമ്പോൾ അതിന്റെ സത്യാവസ്ഥ കൂടി മറുഭാഗം കൂടി നോക്കിയിട്ട് വേണം വാർത്ത കൊടുക്കാൻ. വാർത്ത കൊടുക്കാൻ ഇപ്പൊ ഒരു മരണ വാർത്ത അറിഞ്ഞ അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് നടന്ന് നമുക്കത് റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ അതിന്റെ 2 വശവും കൂടി ചിന്തിക്കണം. ഒരാളത് ചെയ്യാൻ എന്താണ് കാരണം, അതൊന്നും തിരക്കുന്നില്ല. രോഗിയാണ്, മറ്റതാണ്, മറിച്ചതാണെന്നും പറഞ്ഞാൽ ചാനലുകളെല്ലാം വിട്ടത്. ഒരു അല്പം ഭേദമായിട്ട് പറഞ്ഞത് മനോരമ മാത്രമേ ഉള്ളൂ. തൊട്ടടുത്തുള്ള നാട്ടുകാരുടെ അഭിപ്രായം പോലും ചോദിച്ചതുമില്ല. അതിനു മുമ്പേ ഞങ്ങൾ ഇത് ഇന്നലെ എനിക്കൊരു 9-9:15 വന്നപ്പോ എനിക്കൊരു ക്ഷേത്ര കമ്മിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങളെ ഗണപതി ക്ഷേത്രത്തിന്റെ ഉത്സവ കമ്മിറ്റി നടന്നുകൊണ്ടിരുന്നേ. അപ്പൊ ഈ പുള്ളിയും ഉത്സവ കമ്മിറ്റിയിലുള്ള ആളാ. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നില്ല. ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് പുള്ളിയെ വിളിച്ചപ്പോ പുള്ളി ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ കാര്യങ്ങള് ഒന്നും അറിയുന്നില്ല. കമ്മിറ്റി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോഴാ സംഭവം വൈഫ് പറയുന്നത്, അന്നാ അറിഞ്ഞില്ലേ ഇങ്ങനൊരു സംഭവം കേൾക്കുന്നുണ്ട്. അന്നേരം അറിയില്ല. അങ്ങനെ ഒന്ന് TV ഇട്ട് നോക്കിയപ്പം TV ഫ്ലാഷ് അടിച്ചു വിടുന്നു. അപ്പോഴത്തേ ഞങ്ങളെ വിളിച്ചപ്പോ എടുക്കാഞ്ഞ സമയത്ത് ഇവൻ ഇത് സംഭവം നടന്നു കഴിഞ്ഞു. ഒരു 7-8 മണിക്കൂറുകൂടിയാ. അതിന് മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ അത് അതിന്റെ ഈ പോന്നതിന് മുമ്പേ ഞാൻ 2-3 മണിക്കൂർ മുമ്പേ ഞാൻ കണ്ടതാ. ഞാൻ കുട്ടിയത്ത് പോയിട്ട് ഞാൻ സാധനവും മേടിച്ചോണ്ട് വരുമ്പോ ഈ പുള്ളി വണ്ടിയിൽ ഇരിക്കുന്നു. എവിടെയും കാത്തിരിക്കുകയാന്ന് തോന്നുന്നു. അല്ല, അവന്റെ കൂടല്ല പോയത്. എന്നിട്ട് പിന്നീടാണ് ഈ സംഭവം അറിയുന്നത്. പിന്നെ റോഡിൽ ഞാൻ തിരിച്ചു വന്ന് ഈ പുള്ളിയുടെ ചേട്ടന്റെ അടുത്ത് ചേട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ച്, ഞാൻ കുട്ടിയത്ത് പോകുന്ന സമയത്ത് ചേട്ടൻ എന്നെ വിളിച്ച് സംസാരിച്ച്, മോനെ ഇങ്ങനെ പോലെ ഒരു പ്രശ്നമുണ്ട്, നമ്മളന്ന് പറഞ്ഞതുപോലെ അല്ല കാര്യങ്ങള്, അതുകൊണ്ട് അവന്റെ അടുത്ത് പറയണം, ഇനി അങ്ങോട്ട് പോകരുത്, പോയാൽ അവന് കുഴപ്പമുണ്ടാവും എന്ന് ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, അതൊന്ന് പറയണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അണ്ണാ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞതാ, പിന്നെയും ഇങ്ങനെ ആയ എന്താ ചെയ്യാനൊക്കെ ഒന്ന് ചോദിച്ച് ഞങ്ങളങ്ങ് പിരിഞ്ഞ്. അപ്പൊ വൈകുന്നേരത്ത് പുള്ളി 4 മണിക്ക് വന്നപ്പം പുള്ളി പിന്നെ പെണ്ണ് വണ്ടി ഓട്ടിച്ചോണ്ട് വരുന്ന കണ്ടെന്ന് പറഞ്ഞു. വന്ന് ഇങ്ങനെ തിരിഞ്ഞപ്പം ഇവിടുന്ന് സ്കൂൾ വണ്ടി അങ്ങോട്ട് പോയി. അപ്പൊ റിവേഴ്സ് എടുത്ത് പോയി തിരിച്ച്. പിന്നീടെങ്ങാണ്ട് ഫോൺ വന്ന് ഇവള് പോയപ്പം ഇവളെ പുറക്കെ പോയി എന്നുള്ളത് ആളുകൾ പറയുന്നു. അപ്പോഴത്തെ ഞാൻ ഇവിടെ പിന്നെ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ 9 മണിക്ക് കമ്മിറ്റിയും കഴിഞ്ഞാ വരുന്നു. ഇല്ല സംസാരിച്ചില്ല. ഞങ്ങള് കണ്ടതേ ഉള്ളു. നല്ല ഹാപ്പി ആയിട്ടാണ് സ്കൂട്ടർ ഇങ്ങോട്ട് വന്നു. ആദ്യം കാണുമ്പോ സ്കൂട്ടർ ഇങ്ങോട്ട് വരുന്നത്. പിന്നെ വൈകുന്നേരത്ത് വന്നപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടിയിൽ ഇരിക്കുന്നു പുള്ളി. പല തരത്തിലുള്ള ഒരു രക്ഷയില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിനകത്ത് നുണയും ഒന്നുമല്ല, ആരെയും സൈഡ് പിടിച്ച് പറയുകയല്ല.
അപ്പൊ ഈ പെണ്ണും നമ്മളുമായിട്ട് വലിയ കൂട്ടാണ്, ഈ പപ്പരായനുമായിട്ടും കൂട്ടാണ്. സത്യം ഇതാണ്. സത്യം ഇതാണ്.